ഉപ്പള ടൗണിൽ മെൻസന്മാർക്ക് നടന്നിട്ട് പോകാൻ നല്ലോണം ബുദ്ധിമുട്ട്. പറയാൻ കാരണമില്ലെങ്കിൽ ഈ ഡ്രസ്സിന്റെ ഷോപ്പായാലും പച്ചക്കറി ഷോപ്പായാലും അതുപോലത്തെ കുറെ ഷോപ്പുകാർ ഷോപ്പിനെ കാട്ടി പുറത്ത് സാധനം വെച്ചിട്ട് കച്ചവടമായിക്കൊണ്ടുള്ളത്. അപ്പൊ ആ സാധനത്തെ എല്ലാ നാട്ടുകാർ കൂടിയിട്ട് അതിനെ എടുപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് നിൽക്കും കാണണ്ടേ? ബാ, ഞാൻ കാണിച്ചു തരാം. എന്റെ കൂടെ ഗോൾഡൻ റഹ്മാൻ ജില്ലാ മെമ്പറായ ഷെരീഫ് എന്റെ കൂടെ ഉണ്ട്. ബ്ലോക്ക് തടസ്സപ്പെടുന്നതിൽ ക്ലിയർ ആക്കാൻ വേണ്ടി രണ്ടാൾ വന്നപ്പോ അഭിപ്രായം ചോദിക്കാം. അസ്സലാമലൈക്കും. നമ്മളെ ഉപ്പള ടൗണില് കാര്യമായ ബ്ലോക്ക് പബ്ലിക് നടക്കാൻ പോകാൻ സൗകര്യമില്ല. അപ്പൊ മാഷാഅല്ലാഹ് നിങ്ങൾ രണ്ടാം രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോ അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? ഏകദേശം 3.5 വർഷത്തോളമായി ദേശീയപാതയുടെ പ്രവൃത്തി ആരംഭിച്ചു. അതിനുശേഷം ഉപ്പളയിൽ പാർക്കിംഗ് ഏറ്റവും വലിയ പ്രയാസം നേരിടുന്ന ഒരു സമയമാണ്. അതോടൊപ്പം ഉപ്പളയിലെ പോക്കറ്റ് റോഡുകൾ, ഈ പോക്കറ്റ് റോഡിൽ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വരാന്ത കയ്യേറി അതിന്റെ പുറത്തും കയ്യേറി ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇന്നലെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറും ഞാനും ഒക്കെ വന്ന് ഇവിടുത്തെ വ്യാപാരികളുമായി സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ അത് നോക്കാൻ വേണ്ടി വന്നപ്പോൾ വളരെയേറെ സന്തോഷം. കാരണം അവരൊക്കെ അതൊക്കെ അകത്ത് വെച്ച് പരിപൂർണമായി സഹായിച്ചു, സഹകരിച്ചു. 1-2 ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അവരോട് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി. മറ്റൊന്ന് ഹൈവേയിലുള്ള പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പൊതുസ്ഥലം കയ്യേറിയിട്ടുള്ളത്. അത് ഇതേപോലെ സംസാരിച്ച് ആളുകളോട് കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ മാത്രം മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പഞ്ചായത്ത് അധികാരികളൊക്കെ ഉപയോഗിച്ച് നീക്കാൻ വേണ്ടിയാണ് ആലോചിച്ചിട്ടുള്ളത്. ഗോൾഡൻ റഹ്മാൻ പറഞ്ഞ പോലെ അത് നേരാക്കാനുള്ള നമുക്കറിയണ്ടേ? അപ്പൊ നമ്മ പബ്ലിക്കോട് ചോദിക്കാം, ലൈവായിട്ട് പബ്ലിക്കോട് തന്നെ ചോദിക്കാം എന്ത് കഥയായിട്ട്. ബാ, അസ്സലാമലൈക്കും. നമ്മളെ ഉപ്പള ടൗണില് ഇപ്പൊ കുറെ ഷോപ്പിനെ പുറത്ത് സാധനം വെച്ചിട്ട് ഒഴിവായിക്കൊണ്ടുണ്ട് പഞ്ചായത്തുകാരെല്ലാം കൂടിയിട്ട്. അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തുള്ള? കാസർഗോഡ് ജില്ല മെമ്പറായ റഹ്മാൻ ഇവിടെ ഈ കാര്യത്തില് ഷോപ്പ് ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിൽ ചെയ്തത് വളരെ സന്തോഷമാണ്. നമുക്ക് ഇപ്പോ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മളെ ട്രാഫിക്കാണ്. അപ്പൊ ഈ ട്രാഫിക്കുമായി സംബന്ധിച്ചാണ് നമ്മളെ ഈ പുറത്തു നിൽക്കുന്ന സാധനങ്ങൾ നമ്മളെ ബഹുമാനപ്പെട്ട ഗോൾഡൻ റഹ്മാനും അതുപോലെ തന്നെ നമ്മളെ വാർഡ് മെമ്പറുമായി ഇന്നലെ സംസാരിച്ചുകൊണ്ട് പിന്നെ എല്ലാ ഷോപ്പുകാർ കടക്കാരുമായി സംസാരിച്ചാണ് ഇന്ന് ഉള്ളിൽ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആ ദൗത്യം നമുക്ക് ഇന്ന് നമ്മളെ ഈ ദർവേഷ് കോംപ്ലക്സിന്റെ എല്ലാ കടക്കാരും അതുപോലെ തന്നെ വാർഡ് മെമ്പറും നമ്മൾ ഗോൾഡൻ റഹ്മാനുമായി സംബന്ധിച്ച് എല്ലാ കടക്കാരും പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഒരു പരിപാടി നമ്മൾ ഇന്ന് വിജയിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലാ മെമ്പറായ ഗോൾഡൻ റഹ്മാനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നുള്ളത് നല്ല കാര്യം, ഞാൻ എന്ത് പറയുന്നില്ല. ഇപ്പൊ ഷോപ്പുകാരെല്ലാം ഫുട്പാത്തിൽ വെച്ചിട്ട് കച്ചവടാക്കുന്നുണ്ട്, പബ്ലിക്കിന് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുപോലെ ഇപ്പോ ഹൈവേ സൈഡ് സർവീസ് റോഡിൽ കുറെ പച്ചക്കറി ഷോപ്പെല്ലാം ഉണ്ട്. അതുപോലെ പത്തോടി പോകുന്ന റോഡിൽ മീൻ വിൽക്കുന്ന, ചെരുപ്പ് വിൽക്കുന്ന, അങ്ങനത്തെ കുറെ സ്റ്റിച്ച് ആക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ നടു റോഡിൽ വെച്ചിട്ട് കച്ചവടമായിക്കൊണ്ടുള്ളത്. അതും പോകുന്ന വരുന്ന ആൾക്ക് നല്ലോണം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓർക്കും ഈ ബാധക ഇല്ലെങ്കിൽ ഈ വലിയ വലിയ ഷോപ്പുള്ള ഉള്ളു ഭാഗത്തിലുള്ള ഷോപ്പുകാർക്ക് മാത്രമേ ബാധകൂ. അത് നിങ്ങൾ പറയണോ?